SFIയുടെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടിയ ആലത്തൂർ മണ്ഡലത്തിലെ ജനസഭ. NDA സ്ഥാനാർത്ഥി TN സരസുവിന് വിക്ടോറിയ കോളേജിൽ SFI ശവകുടീരം തീർത്തതും സിദ്ധാർത്ഥന്റെ കൊലപാതകം ഉൾപ്പെടെ ആലത്തൂർ മണ്ഡലത്തിൽ ചർച്ചയായി. DMKയുടെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് 25 കോടി രൂപ RTGS വഴി ക്യാമ്പയിന് CPM പറമ്പിക്കുളത്ത് നിന്നും അർഹതപ്പെട്ട വെള്ളം പോലും വാങ്ങുന്നില്ലെന്നും BJP പ്രതിനിധി ആരോപിച്ചു. കൊഴിഞ്ഞാമ്പാറ നഗരത്തിൽ വെച്ച് നടന്ന ആലത്തൂർ മണ്ഡലം ജനസഭയിൽ മണ്ഡലത്തിലെ പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ ദേശീയ രാഷ്ട്രീയം വരെ ചർച്ചയായി. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന് ശവക്കലറയും റീത്തും വച്ചവരാണ് SFIക്കാരെന്നും ഇപ്പോഴും സിദ്ധാർത്ഥനെ ഉൾപ്പെടെ കൊലപ്പെടുത്തി SFIയുടെ അക്രമ രാഷ്ട്രീയം തുടരുകയാണെന്നും BJP പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു പറഞ്ഞു. നിങ്ങളുടെ SFIക്കാരെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കുട്ടികളില്ലേ, അവർ സരസുവിന് കൊടുത്തത്, ഡോക്ടർ സരസുവിന് കൊടുത്തത് ശവക്കല്ലറയാണ് സർ. മാതാപിതാ ഗുരു ദൈവം. ബാബു സാർ അത് അംഗീകരിക്കുമല്ലോ അല്ലേ? അത് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ആ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞ് സരസ്വതി ദേവിയുടെ വരദാനമായ വാക്കുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന അധ്യാപികയ്ക്ക് 26 വർഷം ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തിയ ആ വ്യക്തിക്ക് ഇവരുടെ കുട്ടികൾ കൊടുത്ത് എന്താണെന്നറിയാമോ? ശവക്കല്ലറയും 4 റീത്തും. എവിടെയാണ് സാർ നിങ്ങളുടെ കുട്ടികൾക്ക് ആ സംസ്കാരം ആര് പഠിപ്പിച്ചു കൊടുത്തു? സിദ്ധാർത്ഥനെ കൊന്നവർക്ക്, തല്ലിക്കൊന്നവർക്ക് ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. DMKയുടെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് 25 കോടി രൂപ RTGS വഴി കൈപ്പറ്റിയ CPM പറമ്പിക്കുളത്ത് നിന്ന് അർഹതപ്പെട്ട വെള്ളം പോലും വാങ്ങുന്നില്ലെന്ന് BJP പ്രതിനിധി പറഞ്ഞു. DMKക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കൃത്യമായി പറയാം, ACFB 0076 10 കോടി റുപ്യ CPMന്, ACAB 007 10 കോടി റുപ്യ വീണ്ടും CPMന്, AAB 3337. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞും ഇടതുപക്ഷമാണ് വിജയിക്കേണ്ടതെന്നും ചൂണ്ടിക്കാട്ടി LDF പ്രതിനിധി നെന്മാറ MLA K ബാബു പ്രതിരോധം തീർത്തു. ഒപ്പം ആലത്തൂർ MP രമ്യ ഹരിദാസിന് പാട്ടുപാടാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നും LDF പരിഹസിച്ചു. ഹിന്ദിയിൽ പാട്ടുപാടും, ഇംഗ്ലീഷിൽ പാട്ടുപാടും, മലയാളത്തിൽ പാട്ടുപാടും. പാട്ടുപാടാനല്ല ഒരു പാർലമെന്റിലേക്ക് നാം തെരഞ്ഞെടുത്ത് വിട്ട് അവരുടെ പെർഫോമൻസ് എന്താ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ. 24 ന്യൂസ് എടുത്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്, അറിയോ? 2% ആ വളരെ മികച്ചത്. എത്ര? 2%. എന്ത് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്? 4 മിനി മാക്സ് ലൈറ്റ് കൊണ്ട് ഇപ്പോൾ വന്ന് അവിടെ കൊണ്ട് സ്ഥാപിച്ച് ലഭിച്ചിട്ടുള്ള 17 കോടി രൂപയിൽ 60% ചെലവഴിക്കപ്പെടാത്ത രൂപത്തിൽ വെച്ചിട്ട് പോകുന്നതാണ് ഒരു MP-യുടെ പ്രവർത്തനം. അതിനിടെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യം സദസ്സിൽ നിന്ന് ഉയർന്നു. ഈ ഇന്ത്യ മുന്നണി പറയുന്ന LDFും UDFും നേതാക്കളാണ്. ഇവരുടെ പ്രധാനമന്ത്രിയുടെ പേര് പറയണം. 1. 2, ഇവർ രണ്ടാൾക്കും ഒരേ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണോ, ഇല്ല LDFിനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ, UDFിനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്ന് ഇവിടെ നാട്ടുകാർ അറിയണം. എന്നാൽ രാഹുലിന്റെ പേര് പോലും പറയാനാവാതെ UDF പ്രതിനിധി സജേഷ് ചന്ദ്രൻ വിയർത്തു. 2004 നിങ്ങൾ എല്ലാവരും കരുതി കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന്, അല്ലേ? എന്താണ് സംഭവിച്ചത്? തോക്കിന്റെ ഇടയിൽ കയറി വെടിപൊട്ടലിന്റെ സഹോദരാ, തോക്കിന്റെ ഇടയിൽ കയറി സജേഷ് പെട്ടെന്ന് സജേഷ്. ജനം, പാലക്കാട്.